ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു, ബുദ്ധിമാന് ക്ഷമാശീലനാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണം ഒരു ചെറിയ കാര്യമാണ് കോപം. ഒരു നിമിഷത്തെ കോപത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളും എടുക്കുന്ന തീരുമാനങ്ങളും പിന്നീട് ജീവിതകാലം മുഴുവൻ നമ്മെ വിഷമിപ്പിച്ചേക്കാം. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ക്ഷിപ്രകോപി എന്നത് ചെറിയ കാര്യങ്ങൾക്കുപോലും ഉടനെ കോപിക്കുന്ന വ്യക്തിയാണ്. ആരെങ്കിലും നമ്മെ വിമർശിച്ചാൽ, നമ്മെ അവഗണിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ പ്രതികരിക്കുന്ന സ്വഭാവം. കോപം വരുന്നത് തെറ്റല്ല. പക്ഷേ കോപത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് അപകടകരം. കോപത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ പലപ്പോഴും ശരിയും തെറ്റും ചിന്തിക്കാറില്ല. ഹൃദയത്തിൽ വരുന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നീട് കോപം ശമിക്കുമ്പോൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പശ്ചാത്തപിക്കും. എന്നാൽ ചിലപ്പോൾ മുറിവേൽപ്പിച്ച വാക്കുകളും തകർന്ന ബന്ധങ്ങളും പഴയപോലെ തിരികെ ലഭിക്കണമെന്നില്ല. എന്നാൽ വചനത്തിന്റെ 2ാം ഭാഗം പറയുന്നു, ബുദ്ധിമാന് ക്ഷമാശീലനാണ്. യഥാർത്ഥ ബുദ്ധി എന്നത് കൂടുതൽ അറിവുള്ളവനാകുക മാത്രമല്ല, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും യഥാർത്ഥ ജ്ഞാനമാണ്. നമ്മെ പ്രകോപിപ്പിക്കുന്ന ഒരാളോട് ഉടൻ തിരിച്ചടിക്കാതെ ഒരു നിമിഷം ചിന്തിച്ച് പ്രതികരിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തനായ വ്യക്തി. ക്ഷമ ദൗർബല്യമല്ല, അത് ആത്മനിയന്ത്രണത്തിന്റെ ശക്തിയാണ്. കോപിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം നിൽക്കുക. സംസാരിക്കുന്നതിനു മുമ്പ് ചിന്തിക്കുക. പ്രതികരിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുക. അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനു മുമ്പേ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലും സമൂഹത്തിലും എത്രയോ തർക്കങ്ങൾ ഒരു നിമിഷത്തെ കോപത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനാൽ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കോപത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കൃപ നൽകണമേ. വികാരങ്ങൾക്ക് അടിമയായി പ്രവർത്തിക്കാതെ ജ്ഞാനത്തോടും ക്ഷമയോടും സ്നേഹത്തോടും പ്രതികരിക്കാൻ എന്നെ സഹായിക്കണമേ. ഓർക്കുക, ഒരു നിമിഷത്തെ കോപം ഒരു ബന്ധം തകർക്കാം, എന്നാൽ ഒരു നിമിഷത്തെ ക്ഷമ ഒരു ജീവിതം രക്ഷിക്കാം. അതിനാൽ കോപത്തിൽ വേഗത്തിൽ പ്രതികരിക്കാതെ ജ്ഞാനത്തോടെ പ്രവർത്തിക്കാം. ദൈവം നമ്മെ ക്ഷമാശീലരും വിവേകമുള്ളവരുമാക്കട്ടെ.